കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വണ്ടളം മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ. ആ വീഡിയോ ഞാൻ ഇട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കൂടുതലും കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്യേണ്ടി വന്നു. അത് ഞാൻ ഷോർട്ടായിട്ടും ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് പിന്നെ റിമൂവ് ചെയ്തു. അത് റിമൂവ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്ന് നടന്ന പ്രശ്നത്തിൽ ആ ഡോക്ടർമാരുടെ ഫേസും കാര്യങ്ങളും ബ്ലർ ചെയ്താണ് ഇട്ടെങ്കിലും ആ ഒരു സന്ദർഭം വെച്ചിട്ട് അവർക്കത് പ്രശ്നമാകും എന്നുള്ള രീതിയിൽ അവർ കേസ് കൊടുത്തു. കേസ് കൊടുത്തതിന് ശേഷം ഒരു കോംപ്രമൈസ് ടോക്കിൽ ആ വീഡിയോ റിമൂവ് ചെയ്യാമെന്നും പറഞ്ഞു ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം അത് നമുക്കിപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തതിൻ്റെ തന്നെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ എടുത്തത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയിൽ അവരുടെ ഫേസും കാര്യങ്ങളും ഉൾപ്പെടെയുള്ള ആ വീഡിയോ റിമൂവ് ചെയ്തിട്ട് നടന്ന സംഭവം മാത്രം ഞാൻ ഇതിൻ്റെ അകത്ത് എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാം. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. അത് നിയമപര ആവശ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കാമല്ലോ, നിങ്ങൾക്ക് കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പം പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. ഇപ്പം ആ പറഞ്ഞ രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അപ്പൂപ്പനെ ഇതേപോലെ ബില്ലിവേഴ്സ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബില്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബില്ലായിരിക്കും പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് താങ്ങിപ്പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളത് വീണ്ടും, അതായത് ഇപ്പോഴത്തെ കണ്ടീഷൻ ഓക്കെ ആയി. നേരത്തെ വെന്റിലേറ്റർ ആയിരുന്നു, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇപ്പോൾ വെന്റിലേറ്ററിൽ അത് ICUവിലാണ്. അപ്പോൾ ICUവിൽ കീപ്പ് ചെയ്യുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അവസാനം വന്ന് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം. കാരണം അത്രത്തോളം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം 19-ാം തീയതിയാണ് 19-ാം തീയതി രാത്രി കൊണ്ടുപോയത് 20. ഇന്നത്തേക്ക് 5 ദിവസത്തിനുള്ളിൽ ഏകദേശം 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബില്ലായിട്ടുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് അത് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളിപ്പം ICU മാത്രം കീപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്നും പറഞ്ഞ് ഇന്നലെ മുതൽ അമ്പലപ്പുഴ MLAയുടെ പുറകെ നടക്കുക. അത് പറയാൻ നടക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെല്ലാം പറയുന്നത് പാർട്ടിക്കാരെ കൂടെ ഇടപെടുത്തിയെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഒരു 2-3 ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒന്നുകിൽ നമ്മൾ പാർട്ടിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം. ഈ 2 കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവനോ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവനോ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെല്ലാം നല്ല രീതിയിലാണെന്ന് നമ്മൾ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും അതിൻ്റെ ഒപ്പം നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി ഒക്കെ പാർട്ടിക്കാർ വഴി വരുന്നുണ്ട്. സംഭവം സത്യമാണ്. പനിക്ക് പോയി ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്പർ 1 ആണ്, ചുമയ്ക്ക് ചികിത്സിക്കാൻ പോയ നമ്പർ 1 ആണ്, കഫക്കെട്ടിന് ചികിത്സിക്കാൻ പോയ നമ്പർ 1 ആണ്, ഒരു വയറുവേദനയും ഛർദിലുമായിട്ട് ചികിത്സിക്കാൻ പോയാലും നമ്പർ 1 ആണ്. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ്. കാരണം ഇപ്പൊ ഈ ICUവിൽ കീപ്പ് ചെയ്യുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് MLA കിടന്ന് വിളിച്ചിട്ട് MLAയുടെ PA ആരോ, ആ സമയത്ത് ആരാ ഫോൺ എടുക്കുന്നത് എനിക്കറിയത്തില്ല, നമ്മൾ A to Z കഥ വിളിക്കുന്ന ടൈമിലെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് MLA മീറ്റിംഗിലിരിക്കുകയാണ്, MLA അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കാം. ഓക്കെ, എൻ്റെ ഒരാളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടല്ലേ MLA ഇരിക്കുന്നത്. പക്ഷെ ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഇലക്ഷൻ ടൈം വരുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ വീടിന്റെ വാതിക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പൗരന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇവർ ബാധ്യസ്ഥരാണ് അല്ലേ. അതുപോലെ തന്നെ MLA വിളിച്ച ആ 2 ദിവസം മൊത്തം ഞാൻ വിളിച്ച ടൈമിൽ ഞാൻ സ്ക്രീൻഷോട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്ന് ഞാൻ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാം. ആ വിളിച്ച സമയത്ത് മൊത്തം MLA പാർട്ടി പരിപാടിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. നമ്മളൊരു MLA തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്നത് നമ്മുടെ നാടിന്റെ കാര്യങ്ങൾ ചെയ്യാനാണ്, അല്ലാതെ MLA പാർട്ടി പരിപാടിക്ക് വേണ്ടിയിട്ട് പോയി ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. അതായിക്കോട്ടെ, അത് വിട്ടോട്ടെ, അതിന് ഞാനതിൽ ഇടപെടുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞൊരു പൗരനെന്ന നിലയ്ക്ക് ഞാനൊരു MLA നേരിട്ട് വിളിക്കുന്നു. ആ സമയത്ത് MLA മീറ്റിംഗിലാണെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്ന അയാളുടെ അടുത്ത് സെയിം ആൾ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ A to Z കഥകൾ പറയുന്നു, MLA ഫ്രീ ആകുമ്പോൾ വിളിക്കാം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വിളിക്കൂ എന്ന് പറഞ്ഞ് കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വിളിച്ചത്. 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ പറയാം 10 മിനിറ്റ് എന്നല്ലേ പറഞ്ഞത്, ഇത്ര നേരം കഴിഞ്ഞ് വിളിച്ച എന്ത് ചെയ്യാനെന്നാണ് ഫോൺ എടുത്ത മറുപക്ഷത്തിരിക്കുന്നത്. ആരാന്നറിയത്തില്ല പറഞ്ഞിരിക്കുന്ന കാര്യം. അതിനുശേഷം നേരിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തത്. ഞാൻ എൻ്റെ അമ്മൂമ്മയെ പറഞ്ഞ് ഈ MLA അടുത്ത് വിട്ടു, MLAയുടെ ഓഫീസിൽ വിട്ടു. അതുപോലെ തന്നെ MLAയുടെ പെങ്ങള് എൻ്റെ അമ്മൂമ്മയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, അമ്പലപ്പുഴ MLA. അപ്പോൾ പെങ്ങടുത്ത് ചെന്ന് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പെങ്ങൾ ആങ്ങളെ വിളിച്ച് പറഞ്ഞോളാന്ന് പറഞ്ഞാൽ ആങ്ങളയുടെ ഈ MLAയുടെ ഓഫീസിൽ എൻ്റെ അമ്മൂമ്മയും എൻ്റെ ചിറ്റയുടെ മോളും കൂടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് PAക്ക് നമ്പർ മേടിച്ചു. ഈ PA എനിക്ക് നേരത്തെ പേഴ്സണലി അറിയാവുന്നത്, കാരണം ഞാൻ SFIയിൽ പ്രവർത്തകനായിരുന്ന സമയത്ത് പരിചയമുണ്ട്. ആ പരിചയം വെച്ച് നമ്പർ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്പർ നോക്കിയപ്പോഴത്തേക്ക് ഈ നമ്പർ എൻ്റെ കയ്യിൽ ഫോണിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇയാളെ ഞാൻ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞിട്ടുണ്ട് ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വളരെയധികം ചോദിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ബില്ലിവേഴ്സിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി എടുത്തു. ആ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് സീൻ ചെയ്തിട്ടില്ല. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാത്രം പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടല്ല MLAയുടെ PA ഇരിക്കാന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ അവർ മറ്റുള്ള പ്രശ്നങ്ങൾക്കിടയിലല്ല, അല്ലെങ്കിൽ അവർക്ക് പറയാം. ഈ വിളിക്കുമ്പോഴത്തേക്ക് MLA അടുത്ത് പോലും പിന്നീട് MLA നേരിട്ട് ഫോണിൽ കിട്ടിയപ്പോൾ പോലെ എന്താന്ന് വെച്ചാൽ പറയാന്നുള്ള രീതിയിലാണ് MLAയുടെ സംസാരം നമ്മുടെ അടുത്ത് വന്നത്. അപ്പൊ നമ്മുടെ ആവശ്യം കേൾക്കാൻ വേണ്ടിയില്ല, ആവശ്യം ചെയ്തു തരാൻ വേണ്ടിയിട്ടല്ല. അവരുടെ തന്നെ സർക്കാർ സംവിധാനത്തിലുള്ള ഒരു ഫെയിലിയറിനെ കുറിച്ച് പറയാൻ വിളിക്കുമ്പോഴത്തേക്ക് അവർ ഇതാണോ പെരുമാറേണ്ടത്?
പിന്നെ അതുപോലെ തന്നെ PA ചെയ്തു തരാന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ക്രിസ്മസ് ദിവസം പോലും PA കിടന്ന് ഞാൻ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം ഹോസ്പിറ്റലിലേക്ക് ചെയ്തിട്ടുണ്ട്, ചെയ്തു തരാം, പിടിച്ചു തരാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നിട്ട് സ്വയം ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ ഇന്ന പോലെ പാർട്ടിക്കാരനായിരുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട് പോലും നമുക്കൊരു പ്രിവിലേജും അതിൻ്റെ അകത്ത് കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പൈസ ഉണ്ടായിരിക്കണം, പൈസ വെച്ചിട്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ പിടിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യം നടക്കും. അതല്ലെങ്കിൽ നമ്മൾ അകമഴിഞ്ഞ രീതിയിലുള്ള ഒരു പ്രവർത്തകനായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സംവിധാനം കിട്ടത്തുള്ളൂ. കാരണം എവിടെ എന്ത് തരത്തിലുള്ള കാര്യങ്ങളും ഗവൺമെന്റ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും പാർട്ടിക്കാരനെ കൊണ്ട് വിളിക്കില്ല, പാർട്ടിക്കാർ പറഞ്ഞാൽ കേൾക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരന് പാർട്ടിയിലും ഇല്ല, പൈസ ഇല്ലാത്ത ഒരുത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവൻ ഈ കാര്യങ്ങൾ കേൾക്കത്തില്ലേ? ഇതിൽ പലരും വണ്ടാനം മെഡിക്കൽ കോളേജിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള MLA ഒക്കെ ആണെങ്കിലും സപ്പോർട്ട് ചെയ്തിരുന്നതിന്റെ കാര്യം എന്നറിയാവുക, അവരുടെ കുടുംബത്തിൽ ഇമാതിരിയുള്ള രീതിയിലുള്ള വലിയൊരു അസുഖമായിട്ട് ചെന്നിട്ടില്ല. ചെറിയൊരു അസുഖമായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇടപെടുന്ന രീതി വെച്ചിട്ട് ഓക്കെ എന്തോ സംഭവമാണെന്ന് തോന്നും. പക്ഷെ വലിയൊരു അസുഖമായിട്ട് അവനവന്റെ വീട്ടിലൊരു കാര്യം വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പാർട്ടിക്കാർ വലിയ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മളെ കൂടപ്പം കിടന്നവർക്ക് രാപ്പനി അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ രീതിയിൽ ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്തും അതിന് ശേഷമുള്ളതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പേഴ്സണലി അറിയാവുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞ് നാണം കെടാനായിട്ട് ഞാനില്ല. ആ സ്വയം പല്ലട കുത്തി നാറ്റിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ പറയുന്നില്ല. അപ്പം അത് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഒരു ഷോ കാണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടിക്കാരനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെൻസേഷൻ ആയ ഒരു പ്രശ്നമായിരുന്നുണ്ടെങ്കിൽ ഇവർ മുന്നിൽ നിന്ന് നേരിട്ട് വന്ന് ചെയ്തു തന്നേനെ. കാരണം എന്താ, അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ട്, പബ്ലിസിറ്റിക്ക് ആവശ്യമുണ്ട്. അതല്ലാണ്ട് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഹോൾഡ് ഉള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന് കുമ്പിട്ട് നിന്ന് നമ്മളൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അതിനവർക്ക് ആവശ്യമുണ്ട്. ഇതെൻ്റെ അപ്പൂപ്പനും അമ്മയും ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാത്തവരാ. അപ്പോൾ അവർക്ക് വേണ്ടി ഇത് ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരല്ല, അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവരെ പോലെ ഒരു സാധാരണക്കാർക്ക് നാലാളറിയാതൊരു മൂല കിടക്കുന്നവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ മീഡിയ അറിയാൻ പോകുന്നില്ല, സമൂഹം അറിയാൻ പോകുന്നില്ല, മറ്റു വ്യക്തികൾ അറിയാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈവൻ പൊതിച്ചോറ് ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിലും കൊടുക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമല്ല, കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് ഇന്നത് പാർട്ടി ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇന്ന കാര്യം പാർട്ടി ചെയ്തു എന്ന് കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു കേസിൽ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ആർക്കും താല്പര്യമില്ല. ഒരു പട്ടിയെ പോലെ കിടന്നിട്ടാണ് ഞാൻ അങ്ങേറെ PA അങ്ങേരെ കിടന്ന് വിളിക്കുമ്പോഴത്തേക്ക് എല്ലാം നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് യാതൊരു പ്രയോജനം ഇല്ലാന്നപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടത്തിൽ കോളേജിൽ പഠിച്ച ഒരു അൻസിൽ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. അവൻ KSUവിന്റെ പ്രവർത്തകനാണ്. നേരത്തെയും ഇതുപോലെ തന്നെ എനിക്ക് അവനെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുള്ളത്. കാരണം രാഷ്ട്രീയം നോക്കിയല്ല, ആ ഒരു സൗഹൃദത്തിന്റെ പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. അവനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവൻ അവിടെ ഹോസ്പിറ്റൽ ബില്ലിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ആലപ്പുഴയിൽ വെന്റിലേറ്റർ ഈ പറയുന്ന ICU വെന്റിലേറ്ററോ അവൈലബിൾ ആണോ എന്ന് അറിയാവുന്ന കാര്യത്തിനും എല്ലാം അവനൊരു കാര്യത്തിന് കൂടെ നിന്ന്. അവനും അറിയാൻ ഞാൻ വേറൊരു രാഷ്ട്രീയമാണെന്ന്, അവൻ വേറൊരു രാഷ്ട്രീയമാണെന്ന് എനിക്ക് പറയാം. പക്ഷെ ഒരു ആവശ്യത്തിന് ഞാൻ അവനെ വിളിച്ചപ്പോഴത്തേക്കും അവൻ സൗഹൃദത്തിന് അവിടെ വില നൽകുകയാണ് ചെയ്തത്. അപ്പം സൗഹൃദം അല്ലെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചെയ്തു കൊടുക്കാറും. കാരണം എൻ്റെ അമ്മൂമ്മയൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ഇങ്ങനെ കോൺഗ്രസ്സുകാരെ കൊണ്ടാണെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അമ്പലപ്പുഴ MLA ആയി G സുധാകരനായിരുന്നു ഇരുന്നിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. കാരണം G സുധാകരൻ്റെ അടുത്ത് പല കാര്യങ്ങളും പേഴ്സണലി ആണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നടക്കാവുന്ന രീതിയിൽ അയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. എനിക്ക് പേഴ്സണലിയും വന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഇയാളുടെ ഭാഗത്തൊന്നും അതൊരിക്കലും ഇല്ല. പുള്ളിക്ക് അറിയാവുന്നതും പുള്ളിയുടെ കുടുംബക്കാരെ മാത്രം രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ മാത്രമാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പല കാര്യങ്ങളും കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതുപോലെ ഈ ഒരു കാര്യം വിളിച്ചു പറഞ്ഞിട്ട് PAക്ക് പോലും അതിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വയ്യ. ഇന്ന് ഇത്രയും കിടന്ന് വിളിച്ചിട്ട് എത്ര പ്രാവശ്യം ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞെന്നറിയാവുക. രാവിലെയൊക്കെ വിളിച്ചപ്പം വെന്റിലേറ്റർ അവൈലബിൾ അല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ വേണ്ട, ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടീഷൻ ആയെന്ന് ബിലീവേഴ്സ് എന്ന് പറഞ്ഞനുസരിച്ച് ഞാൻ ICU മതി എന്ന് പറഞ്ഞിട്ട് പോലും അതുപോലും ചെയ്യാൻ വയ്യ. ആ ടൈമിൽ എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാരന്മാർ വണ്ടാനത്തുള്ളവരെ കൊണ്ട് പോലും ഞാൻ വണ്ടാനത്തെ PRയെ കൊണ്ട് സംസാരിപ്പിച്ചപ്പോഴത്തേക്കും അവരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് ICU അവൈലബിൾ അല്ലായിരുന്നു, ആളും തിരിച്ചു പോയിരുന്നു. അപ്പോൾ എന്താണെന്ന് വിളിച്ചൊന്ന് പറയാം. ഒരു പ്രായമായ ഒരു തള്ള പോയി കണ്ടിട്ട് അതിനൊരു ചെയ്തു കൊടുക്കാൻ വയ്യ. ഇത്രയും കിടന്നൊരു മനുഷ്യൻ കിടന്ന് വിളിച്ചിട്ട് ഞാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല. കാരണം നമ്മുടെ ആവശ്യമായിട്ട് നമ്മൾ അത്രയും വിനീതമായിട്ട് നിന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല. അവിടെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മുടെ അത്രയും ബുദ്ധിമുട്ടും നമ്മുടെ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ്. ഈ ബില്ലിന്റെ കാര്യങ്ങൾ ഇതുവരെ അടയ്ക്കാത്തതിന്റെ പേരിൽ ഇവിടെ നല്ല പ്രഷറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യാവോ എന്ന് റിക്വസ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ട് പോലും യാതൊരു വിധത്തിലുള്ള പ്രയോജനം ഉണ്ടായില്ല. അപ്പം മനസ്സിലായ കാര്യം ഇതാണ്, ഒന്നെങ്കിൽ പൈസ ഉണ്ടായിരിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ പാർട്ടി പ്രവർത്തിക്കുന്നവനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അതല്ലാതെ വരുന്ന ഒരുത്തൻ്റെ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് നാലാൾ അറിഞ്ഞ് വോട്ട് കിട്ടുകയോ ആ വ്യക്തിക്ക് എന്തെങ്കിലും കിട്ടുകയോ ആ പാർട്ടിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇവന്മാരൊക്കെ നമ്മളെ സഹായിക്കത്തുള്ളൂ, അല്ല സഹായിക്കത്തില്ല. പക്ഷേ ഇതിനിപ്പോൾ ഞാൻ ഇതിന് നെഗറ്റീവായിട്ട് ഇപ്പം എനിക്കറിയാവുന്ന ഞാൻ പ്രവർത്തിച്ച കാലയളവിൽ കൂടെ ഉള്ളവന്മാരവർ എൻ്റെ അടുത്ത് പറയും, നീ പാർട്ടി മാറിയതുകൊണ്ടാണ് അല്ലെങ്കിൽ പാർട്ടിക്കെതിരായിട്ട് നീ എന്തുകൊണ്ട് സംസാരിച്ചു എന്നുള്ളത്. പക്ഷേ അവർക്കാർക്കും, ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത്, അവർക്കാർക്കും കുടുംബത്തിലോ വേണ്ടപ്പെട്ടവർക്കോ ഇതുപോലൊരു അനുഭവം വരുമ്പം ഇതുപോലുള്ളവന്മാരെ വിളിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് സിറ്റുവേഷൻ മനസ്സിലാവത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇവനൊക്കെ നമുക്ക് വലിയ ആളാണെന്ന് പറഞ്ഞ് പൊക്കി വെച്ച് നിൽക്കാം. ഈ പറയുന്ന സലാമിന് ഉൾപ്പെടെ വോട്ട് ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ. ഈ സലാമിൽ നിന്ന സമയത്ത് സ്റ്റാറ്റസ് ഇട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെ ജയിപ്പിക്കണമെന്നും പറഞ്ഞ് ഈ പറയുന്ന അമ്മുമ്മയെടുത്താണെന്നുണ്ടെങ്കിലും എല്ലാവരുടെ അടുത്തും പറഞ്ഞു നിന്ന ഒരാളാണ് ഞാൻ. എനിക്കും കൂടാണ് ഇത് വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം നമ്മൾ ഇപ്പം മനസ്സിലാക്കിയ കാര്യം ഞാൻ ചുരുക്കത്തേക്ക് പറയാം, ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. ഇതിനിപ്പോൾ ഒരാളും വിചാരിച്ചാലും മാറാനും പോകുന്നില്ല. അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ബെഡുണ്ട്, വെന്റിലേറ്റർ
വെന്റിലേറ്റർ ഉണ്ട്, ICU ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടപ്പെടാത്തവർക്ക് ഇതൊന്നും കിട്ടത്തില്ല. നമ്മൾ വിളിച്ചിരിക്കുക. ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഉമ്മാരെ നമ്മൾ കാണുക, അതേ നടക്കത്തുള്ളൂ. ഞാൻ പറയുന്ന അമ്പലപ്പുഴയിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ സുധാകര സാർ തന്നെ വേണമായിരുന്നു. അയാളെ കൊണ്ട് ചെയ്യുന്ന പോലെ ഇയാളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ചുമ്മാ അയാൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം വളർത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത്. അതെനിക്ക് മനസ്സിലായി ഇതോടുകൂടി.